പ്രിയപ്പെട്ടവരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള സർവകലാശാലയിൽ സംഭവിച്ചത് സത്യത്തിൽ ഒരിക്കലും കേരളം പോലുള്ള പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മലയാളികളൊക്കെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ ഒരൊറ്റ ആദ്യ വാക്യം കൊണ്ട് തന്നെ എന്തിനെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുന്നവരൊക്കെ ബോധ്യമായി കഴിഞ്ഞിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കേരള സർവകലാശാല മാത്രമല്ല, ഏത് സർവകലാശാലയും ഒരു ജനതയുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരിക്കേണ്ടതാണ്. സത്യത്തിൽ അത് അറിവിൻ്റെ ഉൽപ്പാദന കേന്ദ്രമോ വിനിമയ കേന്ദ്രമോ മാത്രമല്ല, മറിച്ച് സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സംവാദത്തിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ്. സർവകലാശാലകളെക്കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കുന്നത് എന്തുകൊണ്ടും പ്രസക്തമായിരിക്കും. അദ്ദേഹം പറഞ്ഞത്, ഒരു സർവകലാശാല നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പറയാവുന്നത് അനിവാര്യമായും അത് നിലകൊള്ളേണ്ടത് മാനവികതയ്ക്ക് വേണ്ടിയും സഹിഷ്ണുതയ്ക്ക് വേണ്ടിയും സാഹസികമായ ആശയാന്വേഷണങ്ങൾക്ക് വേണ്ടിയും സത്യാന്വേഷണങ്ങൾക്ക് വേണ്ടിയും ആയിരിക്കണം. നെഹ്റു പറയുന്ന ഈ 4 കാര്യങ്ങളും വിശദമായ അപഗ്രഥനം ആവശ്യപ്പെടുന്നുണ്ട്. മാനവികത, സഹിഷ്ണുത, സാഹസികമായ ആശയങ്ങളുടെ അന്വേഷണം, സത്യാന്വേഷണം. സൂക്ഷ്മാർത്ഥത്തിൽ ഇത് 4 ചേർന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്തായ സമസ്ത മൂല്യങ്ങളും അതിലുണ്ട്, അതിൽ സന്നിഹിതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം ഇത്ര കൂടി ചേർക്കുന്നുണ്ട്: ഉയർന്ന ലക്ഷ്യങ്ങളിലേക്കുള്ള സാക്ഷാത്കാരമായി സർവകലാശാല മാറുകയാണെങ്കിൽ ഒരു രാഷ്ട്രവും ജനതയും സംതൃപ്തമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലുടനീളം സർവകലാശാലകളിലും എന്തിന് ചെറിയ പാഠശാലകളിൽ പോലും, ചെറിയ കുട്ടികൾ പഠിക്കുന്ന പാഠശാലകളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടുക്കമുണ്ടാക്കുന്നതാണ്. കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിൽ വിപിൻ എന്ന വിദ്യാർത്ഥിയോട് സംസ്കൃത വിഭാഗം മേധാവി വിജയകുമാരി ടീച്ചർ ചെയ്തത് ഒരധ്യാപിക ഒരു വിദ്യാർത്ഥിയോട് കാണിച്ച ക്രൂരത എന്നതിൽ നമുക്ക് ചുരുക്കാനാവില്ല. അത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അട്ടിമറിയുടെ, ഒരു നവഫാസിസ്റ്റ് വിദ്യാഭ്യാസ നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഠിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. പറഞ്ഞു വരുന്നത്, ഇതുമായി പ്രത്യക്ഷ ബന്ധമില്ലാത്ത എന്നാൽ പരോക്ഷ ബന്ധമുള്ള ഒരു കാര്യത്തെ ഓർത്തെടുത്തുകൊണ്ട് കേരള സർവകലാശാലയിലേക്ക് വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും എന്നാണ് കരുതുന്നത്. അത് മറ്റൊന്നുമല്ല, 2 കൊല്ലം മുമ്പ് ഉത്തർപ്രദേശിൽ നടന്ന, കൃത്യം പറഞ്ഞാൽ മുസാഫർ നഗറിലെ കുബ്ബാപൂർ എന്ന ഗ്രാമത്തിൽ നേഹ എന്നു പേരുള്ള ഒരു വിദ്യാലയത്തിൽ നടന്ന സംഭവമാണ്. അവിടെ 2ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് 7 വയസ്സ്. ആ വിദ്യാർത്ഥിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനം, ആ പീഡനത്തിൻ്റെ പരിക്കിൽ നിന്ന് ആ കുട്ടി ഇന്നും പുറത്തു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ സംഭവിച്ചത്, ആ കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നതിൻ്റെ പേരിലാണെന്ന് പറയപ്പെടുന്നു. കൃത്യം അറിഞ്ഞുകൂടാ, കാരണം
ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേരിലൊക്കെ പല വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ പല രീതിയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ ശിക്ഷകളിൽ നിന്നൊക്കെ വേറിട്ട വിചിത്രമായ ഒരു ശിക്ഷയാണ് തൃപ്ത ത്യാഗി എന്ന അധ്യാപിക നേഹ വിദ്യാലയത്തിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മേൽ നടപ്പിലാക്കിയത്. അവർ ചെയ്തത് ആ കുട്ടിയെ ക്ലാസ്സിൽ നിർത്തുകയല്ല. അതാണ് പൊതുവെ ഉള്ള ശിക്ഷാ സമ്പ്രദായങ്ങളിലൊന്ന്. ഇനി കടുപ്പം കൂടിയ ശിക്ഷാ സമ്പ്രദായം എന്ന് പറയുന്നത് പുറത്താക്കലാണ്. പുറത്താക്കല്ല ചെയ്തത്, മറിച്ച് ആ കുട്ടിയുടെ സുഹൃത്തുക്കളെ കൊണ്ട്, സഹപാഠികളെ കൊണ്ട് ആ കുട്ടിയുടെ മുഖത്തടിപ്പിക്കുകയും, അധ്യാപികയായ തൃപ്ത ത്യാഗി, അവരാ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ്, മതപരമായി അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ കുട്ടി മാത്രമല്ല, അടികൊണ്ട കുട്ടി മാത്രമല്ല, അടിക്കാൻ നിർബന്ധിക്കപ്പെട്ട ആ കുട്ടിയുടെ സുഹൃത്തുക്കളും ശിക്ഷിക്കപ്പെടുകയായിരുന്നു എന്ന് നമുക്കറിയാം. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇർഷാദ് എന്നാണ് ഈ കുട്ടിയുടെ ഉപ്പയുടെ പേര്. ആ ഇർഷാദിൻ്റെ വീട്ടിലേക്ക് കേരളത്തിൽ നിന്ന് രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ സുഭാഷിണി അലിയും ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഇർഷാദ് എന്ന കുട്ടിയുടെ ഉപ്പ പറയുന്നുണ്ട്, ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷത, സാമുദായിക ഐക്യം ഞങ്ങളുടെ നാട്ടിലും ഉണ്ടാകണേ എന്ന് ആദിത്യനാഥ് യോഗിയുടെ ഉത്തർപ്രദേശിലും ഉണ്ടാകണമേ എന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ചേർക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കേരളം സാമുദായിക ഐക്യത്തിൻ്റെയും പ്രബുദ്ധതയുടെയും ഒരു വലിയ പ്രതീകമായി ആ പ്രാർത്ഥനയിൽ ചേർക്കപ്പെട്ടു എന്നുള്ളത് മലയാളിക്ക് അഭിമാനമാണ്. എന്നാൽ അതേ കേരളത്തിലാണ്, അതും പ്രബുദ്ധമായ കേരള സർവകലാശാലയിലാണ്, സംസ്കൃത വിദ്യാലയത്തിൽ മറ്റൊരു തൃപ്താത്യാഗി തലപൊക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തൃപ്താത്യാഗി എന്നുള്ളത് ഒരു പേരല്ല, അതൊരു പ്രവണതയുടെ, നവഫാസിസ്റ്റ് പ്രവണതയുടെ സംഗ്രഹമാണ്, പ്രതീകമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? കേരള സർവകലാശാലയിൽ സംഭവിച്ചത്, വിപിൻ എന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെക്കുറിച്ച് നമ്മൾ ഓർക്കണം, പ്രതിഭാസമ്പന്നനായ വിദ്യാർത്ഥിയാണ്. MA പാസ്സായി, MEd പാസ്സായി, MPhil പാസ്സായി. ആ MPhil ഇതേ വിജയകുമാരി ടീച്ചറുടെ നേതൃത്വത്തിലാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ PhD പ്രബന്ധവും പൂർത്തിയായി. അതിൻ്റെ ഓപ്പൺ വൈവയിലാണ്. വളരെ ബോധപൂർവം പ്ലാൻ ചെയ്ത് സംഘപരിവാർ കാഴ്ചപ്പാട് പുലർത്തുന്നവരെ അതിലേക്ക് കൂടുതൽ കുത്തി നിറച്ച് ഒരു വിദ്യാർത്ഥിക്ക് നേരെ ഏറ്റവും കടുത്ത ആക്ഷേപം ചൊരിയുന്നത് സംസ്കൃതത്തിൽ ഒരു വിവരവുമില്ലാത്ത ഒരാളാണ്. മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങളിൽ സംസ്കൃതത്തിൽ ഒരു വിവരവുമില്ലാത്ത ഒരു SFIക്കാരന് PhD നൽകാൻ പോകുന്നു എന്ന സംഭ്രമജനകമായ വാർത്തയാണ്. ഇതിന് അടിസ്ഥാനമായി പറഞ്ഞത്, ഇയാൾക്ക് സംസ്കൃതം അറിയില്ല, ഇയാളുടെ PhD തീസിസ് സംസ്കൃതത്തിലല്ല, സംസ്കൃതത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇയാൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസ്കൃതം PhD സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. മിക്കവാറും വളരെ പ്രഗത്ഭരായ പലരും സംസ്കൃതത്തിലെ PhD പ്രബന്ധം എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അത് അക്കാദമികമായി അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സംസ്കൃതം നമ്മുടെ സംഭാഷണ ഭാഷയല്ല. അതുകൊണ്ട് തന്നെ ആ ഭാഷയിൽ നല്ല ജ്ഞാനമുള്ളവർക്ക് പോലും ഒരുപക്ഷെ ഒഴുക്കോടെ അത് സംസാരിക്കാൻ കഴിയണമെന്നില്ല. അതിൻ്റെ പേരിൽ പ്രതിഭാസമ്പന്നനായ ഒരു വിദ്യാർത്ഥി ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു നവഫാസിസ്റ്റ് പ്രവണതയുടെ, അതായത് നിരവധി ഭാഷകളിൽ ഒരു ഭാഷ എന്ന നിലക്കല്ല, സംസ്കൃതം സംസ്കാരം, മറ്റെല്ലാ ഭാഷകളുടെയും സ്രോതസ്സ് സംസ്കൃതമാണ്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ആയിത്തീരാനുള്ള അർഹതയുള്ള ഏക ഭാഷ സംസ്കൃതമാണ് എന്നൊക്കെയുള്ള നിരവധി മിത്തുകൾക്ക് മുകളിലാണ് സത്യത്തിൽ ഈ ഒരു ജനായത്ത വിരുദ്ധ പ്രവണതയുടെ പല വേരുകളിൽ
പ്രധാനപ്പെട്ട ഒരു വേര് ചെന്ന് തട്ടുന്നത്. അതെന്തോ ആവട്ടെ, ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരള സർവകലാശാലയിൽ നടന്ന ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിദ്യാർത്ഥിക്കുണ്ടായ മാനസിക പീഡനം, സംസ്കൃതമെന്ന് പറയുന്നത് കണ്ട പറയനും പുലയനും ഒന്നും സംസാരിച്ചാൽ ശരിയാവുന്നതല്ല, അത് ബ്രാഹ്മണർക്ക് മാത്രം വഴങ്ങുന്നതാണ് എന്ന ജാതി മേൽക്കോയ്മയുടെ ഒരു ശബ്ദമാണ്. വിപിൻ പറയുന്നുണ്ട്, രോഹിത് വെമുലയുടെ നിലവിളി ഞാൻ കേൾക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ മറവിൽ കേരള സർവകലാശാലയിൽ വിജയകുമാരി ടീച്ചർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ജാതി മേൽക്കോയ്മയുടെ കാര്യപരിപാടിയാണ്. അത് ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ മലയാളിക്ക്, ആത്മബോധമുള്ള മലയാളിക്ക് ഒരു സന്ദേഹവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ മാറി വരുന്ന സാംസ്കാരിക അന്തരീക്ഷം ആ വിധം പറയാൻ നമുക്ക് മുമ്പത്തെ പോലെ ഉറപ്പ് നൽകുന്നില്ല എന്നുള്ളതും ഈ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും മലയാളിക്ക് അഭിമാനമാണ്. അത് മറ്റൊന്നുമല്ല, അത് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലെ നേഹ എന്ന വിദ്യാലയത്തിൽ തൃപ്താത്യാഗി ഈ ക്രൂരത കാണിച്ചപ്പോൾ ആ ക്രൂരതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രകടനം അവിടെ നടക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ അത്തരമൊരു അശ്ലീലത അരങ്ങേറിയിട്ടില്ല എന്നത് ആവേശകരമാണ്. ജനായത്തത്തിൻ്റെ ജാഗ്രതയാണ് സത്യത്തിൽ ഇത്തരമൊരു അശ്ലീല പ്രകടനത്തിന് വേദിയൊരുക്കുന്നതിൽ നിന്ന് തടഞ്ഞത്. എന്നാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട്, വിജയകുമാരി ടീച്ചറെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വരുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സഹോദരൻ അയ്യപ്പൻ ജാതി ശിക്ഷാ സംഗ്രഹം എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഇത്തരമൊരു സന്ദർഭത്തിൽ ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. അതേക്കുറിച്ചുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും കൂടുതലായി നമ്മൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ആ കവിതയിൽ പറയുന്നത്, ആ കവിതയുടെ പേര് തന്നെ വിശകലന വിധേയമാക്കേണ്ടതാണ്, ജാതി ശിക്ഷാ സംഗ്രഹം. ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ ശിക്ഷകളിലൊന്ന്, സാംസ്കാരികമായും രാഷ്ട്രീയമായും അടിച്ചേൽപ്പിക്കപ്പെട്ട ശിക്ഷകളിലൊന്ന് ജാതി മേൽക്കോയ്മ എന്നുള്ളതാണ്. അതേറ്റവും വലിയൊരു രോഗമാണ്. ആ രോഗത്തെക്കുറിച്ചാണ് സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ആ കവിതയിൽ പറയുന്നുണ്ട്. ആ കവിത തുടങ്ങുന്നത്, ജാതിബോധശീലങ്ങൾ മാറുമ്പോൾ മനുഷ്യർ ആദ്യമായി മനുഷ്യരെ മനുഷ്യരായി കാണും, ആരോഗ്യമാർന്നിടും. മനുഷ്യർക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അവർക്ക് മനുഷ്യരെ മനുഷ്യരായി കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റുന്നതിൽ നിന്ന് മനുഷ്യരായ മനുഷ്യരെ മുഴുവൻ തടയുന്നത് ജാതി മേൽക്കോയ്മയാണ്. ജാതിക്ക് മനുഷ്യരെ മനുഷ്യരായി കാണാൻ പറ്റില്ല. ഉയർന്നവർ, താഴ്ന്നവർ, കൊള്ളാവുന്നവർ, കൊള്ളരുതാത്തവർ, പരിഷ്കൃതർ, അപരിഷ്കൃതർ എന്നിങ്ങനെ മനുഷ്യരെ അവർ വിഭജിക്കുന്നു. വിഭജനത്തിൻ്റെ വൻ മതിലുകൾ മനുഷ്യർക്ക് ഇടയിൽ കെട്ടിപ്പൊക്കുക എന്നുള്ളതാണ് ജാതി മേൽക്കോയ്മയുടെ നിരന്തരമായ പ്രവർത്തനം. അതിനെയാണ് സഹോദരൻ അയ്യപ്പൻ പ്രശ്നവൽക്കരിച്ചത്. അദ്ദേഹം പറയുന്നു, ജാതിബോധശീലങ്ങൾ മാറുമ്പോൾ മനുഷ്യരാദ്യമായി മനുഷ്യരെ മനുഷ്യരായി കാണും. നരൻ്റെ ഗുണദോഷങ്ങൾ, അവൻ്റെ മഹത്വം അല്പത്തരങ്ങളും ജാതി പോയവർ ജാതിയില്ലാതെ കണ്ടിടും. എത്ര വിദ്യ പഠിപ്പിലും എത്ര ബുദ്ധി വളർന്നിടലും ജാതി പോകാതെ ആ സിദ്ധി കൈവന്നീടില്ലൊരുത്തനും. സൗകര്യത്തിനു വേണ്ടി ഒരുത്തി എന്ന് തിരുത്തി വായിക്കാവുന്നതാണ്. എത്ര വിദ്യ പഠിക്കലും എത്ര ബുദ്ധി വളർന്നിടലും ഡോക്ടറേറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. സംസ്കൃതത്തിലോ മറ്റു ഭാഷകളിലോ അറിവുണ്ടായിട്ടും കാര്യമില്ല. മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള മലയാളത്തിലെ
ഒരു നാടൻ പദം മനുഷ്യപ്പറ്റ്. അതില്ലെങ്കിൽ മറ്റൊരു ഗുണവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഹത്താവുകയില്ല. അതുകൊണ്ട് കേരള സർവകലാശാലയിൽ നടന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ മലയാളത്തിൻ്റെ അഭിമാനമായ TS ശ്യാംകുമാർ വിജയകുമാരി ടീച്ചറുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ആ വെല്ലുവിളി ഇതാണ്: ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ദൈക്ഷണികമായ ഒരു മത്സരത്തിന് ടീച്ചർ സന്നദ്ധമാണോ? മറ്റൊന്നുമല്ല, ടീച്ചർ എന്തൊക്കെ കുറ്റങ്ങളാണോ വിപിൻ എന്ന വിദ്യാർത്ഥിയുടെ മേൽ ആരോപിക്കുന്നത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി വിജയകുമാരി ടീച്ചറോട് സംസ്കൃതത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കും. ടീച്ചർ അതിന് സംസ്കൃതത്തിൽ ഉത്തരം പറയണം. ടീച്ചർക്കതിന് കഴിയുമോ? ഡോക്ടർ TS ശ്യാംകുമാർ ഉയർത്തിയ ഈ വെല്ലുവിളിക്ക് വിജയകുമാരി ടീച്ചർ പ്രതികരിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പതറിപ്പോയോ? ആണെന്നോ ഇല്ലെന്നോ പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. അതിനോട് പ്രതികരിക്കേണ്ടത് വിജയകുമാരി ടീച്ചറാണ്, മറ്റാരുമല്ല. അവരാകട്ടെ ഒരു വ്യക്തിയെയല്ല, ഒരു കാഴ്ചപ്പാടിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ വെല്ലുവിളി വളരെ പ്രധാനമാണ്. സമാനമായ ഒരു വെല്ലുവിളി മുമ്പ് നടത്തിയത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് യാങ് പോൾ സാർത്താണ്. ഫ്രാൻസിസ് ഫാനൻ്റെ ദ റച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്, നിന്ദിതരും പീഡിതരും എന്ന പ്രശസ്തമായ പുസ്തകത്തിന് യാങ് പോൾ സാർത്താണ് ആമുഖം എഴുതിയത്. ആ ആമുഖത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ പുസ്തകം കയ്യിലെടുക്കാൻ, ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് വംശവെറി ബാധിച്ച ഒരു വിഭാഗത്തോടാണ്. ആ ചോദ്യത്തിൻ്റെ വേറൊരു തരത്തിലുള്ള അനുരണനമാണ് ജാതി മേൽക്കോയ്മ കാഴ്ചപ്പാട് പുലർത്തുന്നവർക്ക് മുമ്പിൽ TS ശ്യാംകുമാർ ഉയർത്തിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഏറ്റവും ജനകീയമായ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഊന്നിപ്പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, അമർത്തിപ്പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: തൃപ്താത്യാഗിമാർ ഇനി ഇതുപോലെ കേരളത്തിൽ തലപൊക്കാനുള്ള ഒരവസരമുണ്ടാവരുത്, അവസരമുണ്ടാക്കരുത്. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.